ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. പുറത്ത് ആരോ നടക്കുന്നുണ്ട്. സമൺ ഈസ് വാക്കിംഗ് ഔട്ട്സൈഡ്. പുറത്ത് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഔട്ട്സൈഡ്. ആരോ, സമൺ. നടക്കുക, വാക്ക്. സമൺ ഈസ് വാക്കിംഗ് ഔട്ട്സൈഡ്. പുറത്ത് ആരോ നടക്കുന്നുണ്ട്. ഉത്തരം എനിക്കറിയാം. ഐ നോ ദ ആൻസർ. ഉത്തരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ആൻസർ. അറിയുക, നോ. ഐ നോ ദ ആൻസർ. ഉത്തരം എനിക്കറിയാം. ഞങ്ങൾ ഇന്ന് രാത്രി സുഹൃത്തുക്കളോടൊപ്പം അത്താഴം കഴിക്കാൻ പോകുകയാണ്. വി ആർ ഹാവിംഗ് ഡിന്നർ വിത്ത് ഫ്രണ്ട്സ് ടുനൈറ്റ്. ഇന്ന് രാത്രി, ടുനൈറ്റ്. സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. അത്താഴം, ഡിന്നർ. കഴിക്കുക, ഹാവ്. വി ആർ ഹാവിംഗ് ഡിന്നർ വിത്ത് ഫ്രണ്ട്സ് ടുനൈറ്റ്. ഞങ്ങൾ ഇന്ന് രാത്രി സുഹൃത്തുക്കളോടൊപ്പം അത്താഴം കഴിക്കാൻ പോകുകയാണ്. ട്രെയിൻ 9 മണിക്ക് പുറപ്പെടും. ദ ട്രെയിൻ ഡിപ്പാർട്ട്സ് അറ്റ് 9 AM. പുറപ്പെടുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡിപ്പാർട്ട്. ദ ട്രെയിൻ ഡിപ്പാർട്ട്സ് അറ്റ് 9 AM. ട്രെയിൻ 9 മണിക്ക് പുറപ്പെടും. എൻ്റെ പരിശീലകൻ വർക്കൗട്ടുകൾ എങ്ങനെ ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൈ ട്രെയിനർ ഈസ് ടീച്ചിങ് മീ ഹൗ ടു ഡു ദ വർക്കൗട്ട്സ്. പരിശീലകൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രെയിനർ. എങ്ങനെ ചെയ്യണമെന്ന്, ഹൗ ടു ഡു. പഠിപ്പിക്കുക, ടീച്ച്. മൈ ട്രെയിനർ ഈസ് ടീച്ചിങ് മീ ഹൗ ടു ഡു ദ വർക്കൗട്ട്സ്. എൻ്റെ പരിശീലകൻ വർക്കൗട്ടുകൾ എങ്ങനെ ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നായ ഉറങ്ങുകയാണ്. ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ്. നായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡോഗ്. ഉറങ്ങുക, സ്ലീപ്പ്. ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ്. നായ ഉറങ്ങുകയാണ്. ഞാൻ നാളെ എൻ്റെ സുഹൃത്തിനെ കാണുന്നുണ്ട്. ഐ എം മീറ്റിംഗ് മൈ ഫ്രണ്ട് ടുമാറോ. നാളെ, ടുമാറോ. സുഹൃത്ത്, ഫ്രണ്ട്. കാണുക, മീറ്റ്. ഐ എം മീറ്റിംഗ് മൈ ഫ്രണ്ട് ടുമാറോ. ഞാൻ നാളെ എൻ്റെ സുഹൃത്തിനെ കാണുന്നുണ്ട്. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വാട്ട് ആർ യു ഡൂയിങ് നൗ? ഇപ്പോൾ, നൗ. എന്ത്, വാട്ട്. ചെയ്യുക, ഡു. വാട്ട് ആർ യു ഡൂയിങ് നൗ? നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു സിനിമ കാണുന്നു. ഐ എം വാച്ചിങ് എ മൂവി. സിനിമ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മൂവി. കാണുക, വാച്ച്. ഐ എം വാച്ചിങ് എ മൂവി. ഞാനൊരു സിനിമ കാണുന്നു. ഞാനൊരു കസേരയിൽ ഇരിക്കുകയാണ്. ഐ എം സിറ്റിംഗ് ഓൺ എ ചെയർ. കസേര എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ചെയർ. ഇരിക്കുക, സിറ്റ്. ഐ എം സിറ്റിംഗ് ഓൺ എ ചെയർ. ഞാനൊരു കസേരയിൽ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിക്കുന്നു. ഐ എം യൂസിങ് മൈ ഫോൺ. ഉപയോഗിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂസ്. ഐ ആം യൂസിങ് മൈ ഫോൺ. ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിക്കുന്നു. എൻ്റെ സുഹൃത്ത് TV കാണുന്നു. മൈ ഫ്രണ്ട് ഈസ് വാച്ചിങ് TV. സുഹൃത്ത് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രണ്ട്. കാണുക, വാച്ച്. മൈ ഫ്രണ്ട് ഈസ് വാച്ചിങ് TV. എൻ്റെ സുഹൃത്ത് TV കാണുന്നു. എൻ്റെ വർക്കൗട്ട് ദിനക്രമത്തിൽ എൻ്റെ പരിശീലകൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മൈ ട്രെയിനർ ഈസ് ഹെൽപ്പിംഗ് മീ വിത്ത് മൈ വർക്കൗട്ട് റൂട്ടീൻ. പതിവ് അല്ലെങ്കിൽ ദിനക്രമം അല്ലെങ്കിൽ ദിനചര്യ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റൂട്ടീൻ. പരിശീലകൻ, ട്രെയിനർ. സഹായിക്കുക, ഹെൽപ്പ്. മൈ ട്രെയിനർ ഈസ് ഹെൽപ്പിംഗ് മീ വിത്ത് മൈ വർക്കൗട്ട് റൂട്ടീൻ. എൻ്റെ വർക്കൗട്ട് ദിനക്രമത്തിൽ അല്ലെങ്കിൽ ദിനചര്യയിൽ എൻ്റെ പരിശീലകൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്ത് പക്ഷികൾ ചിലച്ചുകൊണ്ടിരിക്കുന്നു. ദ ബേർഡ്സ് ആർ ചിർപ്പിംഗ് ഔട്ട്സൈഡ്. പുറത്ത് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഔട്ട്സൈഡ്. പക്ഷികൾ, ബേർഡ്സ്. ചിലയ്ക്കുക, ചിർപ്പ്. ദ ബേർഡ്സ് ആർ ചിർപ്പിംഗ് ഔട്ട്സൈഡ്. പുറത്ത് പക്ഷികൾ ചിലച്ചുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണുന്നു. ഐ ആം മീറ്റിംഗ് മൈ ഫ്രണ്ട് അറ്റ് 5 PM. സുഹൃത്ത് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രണ്ട്. കാണുക, മീറ്റ്. ഐ ആം മീറ്റിംഗ് മൈ ഫ്രണ്ട് അറ്റ് 5 PM. വൈകുന്നേരം 5 മണിക്ക് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണുന്നു. ഞങ്ങൾ നാളെ പാർക്കിലേക്ക് പോകുന്നു. വി ആർ ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ. നാളെ, ടുമോറോ. പോകുക, ഗോ. വി ആർ ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ. ഞങ്ങൾ നാളെ പാർക്കിലേക്ക് പോകുന്നു. എൻ്റെ വ്യാകരണം മെച്ചപ്പെടുത്താൻ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഐ എം സ്റ്റഡിങ് ഇംഗ്ലീഷ് ടു ഇംപ്രൂവ് മൈ ഗ്രാമർ. വ്യാകരണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗ്രാമർ. മെച്ചപ്പെടുത്തുക, ഇംപ്രൂവ്. പഠിക്കുക, സ്റ്റഡി. ഐ എം സ്റ്റഡിങ് ഇംഗ്ലീഷ് ടു ഇംപ്രൂവ് മൈ ഗ്രാമർ. എൻ്റെ വ്യാകരണം മെച്ചപ്പെടുത്താൻ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്.
എൻ്റെ സുഹൃത്ത് ഒരു പുസ്തകം വായിക്കുകയാണ്. മൈ ഫ്രണ്ട് ഈസ് റീഡിങ് എ ബുക്ക്. സുഹൃത്ത് ഫ്രണ്ട്, പുസ്തകം ബുക്ക്, വായിക്കുക റീഡ്. മൈ ഫ്രണ്ട് ഈസ് റീഡിങ് എ ബുക്ക്. എൻ്റെ സുഹൃത്ത് ഒരു പുസ്തകം വായിക്കുകയാണ്. എൻ്റെ ഇംഗ്ലീഷിൽ എൻ്റെ ടീച്ചർ എന്നെ സഹായിക്കുന്നു. മൈ ടീച്ചർ ഈസ് ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ഇംഗ്ലീഷ്. സഹായിക്കുക ഹെൽപ്പ്. മൈ ടീച്ചർ ഈസ് ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ഇംഗ്ലീഷ്. എൻ്റെ ഇംഗ്ലീഷിൽ എൻ്റെ ടീച്ചർ എന്നെ സഹായിക്കുന്നു. അവൻ ക്രിക്കറ്റിൻ്റെ വലിയ ആരാധകനാണ്. ഹീ ഈസ് എ ബിഗ് ഫാൻ ഓഫ് ക്രിക്കറ്റ്. വലിയ ബിഗ്, ആരാധകൻ ഫാൻ. ഹീ ഈസ് എ ബിഗ് ഫാൻ ഓഫ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റിൻ്റെ വലിയ ആരാധകനാണ്. നന്നായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ് ബിക്കോസ് ഐ വാണ്ട് ടു സ്പീക്ക് ഫ്ലുവൻലി. തടസ്സമില്ലാതെ അല്ലെങ്കിൽ ഒഴുക്കോടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്ലുവൻലി. സംസാരിക്കുക സ്പീക്ക്. ആഗ്രഹിക്കുക വാണ്ട്. പഠിക്കുക സ്റ്റഡി. ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ് ബിക്കോസ് ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. നന്നായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. കാലാവസ്ഥ പൂന്തോട്ട പരിപാലനത്തിന് അനുയോജ്യമാണ്. ദ വെദർ ഈസ് പെർഫെക്റ്റ് ഫോർ ഗാർഡനിങ്. കാലാവസ്ഥ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെദർ. പൂന്തോട്ട പരിപാലനം ഗാർഡനിങ്. അനുയോജ്യം പെർഫെക്റ്റ്. ദ വെദർ ഈസ് പെർഫെക്റ്റ് ഫോർ ഗാർഡനിങ്. കാലാവസ്ഥ പൂന്തോട്ട പരിപാലനത്തിന് അനുയോജ്യമാണ്. അവൾ അവളുടെ നൃത്തച്ചുവടുകൾ പരിശീലിക്കുന്നു. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ ഡാൻസ് മൂവ്സ്. നൃത്തച്ചുവടുകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡാൻസ് മൂവ്സ്. പരിശീലിക്കുക പ്രാക്ടീസ്. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ ഡാൻസ് മൂവ്സ്. അവൾ അവളുടെ നൃത്തച്ചുവടുകൾ പരിശീലിക്കുന്നു. അവൻ ബയോളജി പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിക്കുകയാണ്. ഹീ ഈസ് സ്റ്റഡിങ് ഫോർ ഹിസ് ബയോളജി എക്സാം. പരീക്ഷ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സാം. പഠിക്കുക സ്റ്റഡി. ഹീ ഈസ് സ്റ്റഡിങ് ഫോർ ഹിസ് ബയോളജി എക്സാം. അവൻ ബയോളജി പരീക്ഷയ്ക്ക് പഠിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ന് ഒരു ആർട്ട് ഗാലറി സന്ദർശിക്കുകയാണ്. ദേ ആർ വിസിറ്റിംഗ് ആൻ ആർട്ട് ഗാലറി ടുഡേ. ഇന്ന് ടുഡേ. സന്ദർശിക്കുക വിസിറ്റ്. ദേ ആർ വിസിറ്റിംഗ് ആൻ ആർട്ട് ഗാലറി ടുഡേ. അവർ ഇന്ന് ഒരു ആർട്ട് ഗാലറി സന്ദർശിക്കുകയാണ്. അവൻ ആധുനിക കലയെക്കുറിച്ച് പഠിക്കുകയാണ്. ഹീ ഈസ് ലേണിംഗ് അബൌട്ട് മോഡേൺ ആർട്ട്. ആധുനിക മോഡേൺ, കല ആർട്ട്. ആധുനിക കല മോഡേൺ ആർട്ട്. പഠിക്കുക ലേൺ. കുറിച്ച് അബൌട്ട്. ഹീ ഈസ് ലേണിംഗ് അബൌട്ട് മോഡേൺ ആർട്ട്. അവൻ ആധുനിക കലയെക്കുറിച്ച് പഠിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. ഷീ ഈസ് ലേണിംഗ് ടു പ്ലേ ദ പിയാനോ. പഠിക്കുക ലേൺ. ഷീ ഈസ് ലേണിംഗ് ടു പ്ലേ ദ പിയാനോ. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. നമ്മളിതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.